എവിടെയെങ്കിലും എന്തെങ്കിലും സ്ഥാനവും ശമ്പളവും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പം ചാകുമേ എന്ന് പറഞ്ഞ് കരയ്ക്ക് പിടിച്ചിട്ട മീനിനെപ്പോലെ പിടയ്ക്കുന്ന തിരുതമീനിനെപ്പോലെ പിടയ്ക്കുന്ന തിരുത തോമ എന്ന KV തോമസിന് അഭിവാദ്യങ്ങൾ. ആശാൻ ഇനി തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാടിൻ്റെ പ്രത്യേക പ്രതിനിധിയായ ഡൽഹിയിലോ ചെന്നൈയിലോ എവിടെയാണ് പോവുക എന്നറിയില്ല. പിണറായി വിജയന്റെ അനുഗ്രഹാശിസുകൾ വാങ്ങി MA ബേബിയുടെ കാൽ തൊട്ട് വന്ദിച്ചു. ഇതാ വിജയ് വിളിച്ചു, ഞാൻ ദാ പോകുന്നു പ്രത്യേക പ്രതിനിധിയായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന BJP നേതാവുമായിട്ട് 2 തവണ ചർച്ച നടത്തി. ഒന്നുമില്ല, കേന്ദ്ര സർക്കാരിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ്. BJP-കാരൻ പോയി പണി നോക്കാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കൃമികീടങ്ങളെ എടുക്കുന്ന പാർട്ടിയല്ല BJP. ഒരു വേള ചില ആളുകളെ പാർട്ടിയിലേക്കൊക്കെ അക്വയർ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുമായിരിക്കും. പക്ഷേ അവരൊക്കെ പ്രവർത്തകരായിട്ടോ സാധാരണക്കാരായിട്ടോ ഒക്കെ വരുന്നവരാണ്. അല്ലാതെ ഇതുപോലെ സ്ഥാനം മോഹിച്ച് നിന്ന നിപ്പിൽ മലക്കം മറിഞ്ഞ് BJP-യിലേക്കും അല്ലെങ്കിൽ BJP അനുകൂല സംവിധാനത്തിലേക്കും വരുന്നവരെ കാലുമടക്കി അടിക്കുകയാണ് സാധാരണഗതിയിൽ പതിവ്. അങ്ങനെ അല്ലാത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ശരിയായ രീതിയിൽ അത് BJP-ക്ക് ബുദ്ധിമുട്ടായിട്ടുമുണ്ട്. തിരുതത്തോമ ഇനിയിപ്പോൾ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ KV തോമസ് എന്നാണ്. രസതന്ത്രം അധ്യാപകനായിരുന്നു. പക്ഷേ സ്ഥാനം മോഹിച്ച് ഇങ്ങനെ മെക്കിട്ട് കയറാനും ഓടിപ്പടച്ച് നടക്കുന്ന ആളുകളെ നമുക്ക് പുച്ഛമാണ്. അതിനിപ്പോൾ ഒരു പൊതുപ്രവർത്തകനായാലും ശരി, ഒരു സാധാരണക്കാരനായാലും ശരി, അനർഹമായ സ്ഥാനങ്ങൾ നേടാൻ വേണ്ടി രാഷ്ട്രീയ കളികൾ കളിക്കുന്ന, രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്ന, സ്ഥിരതയില്ലാത്ത, നിലപാടില്ലാത്ത, വ്യക്തമായ ഒരു രാഷ്ട്രീയ ധാരണയില്ലാത്ത, അതും പാർലമെന്ററി രംഗത്തൊക്കെ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് KV തോമസ്. എന്നിട്ടും ഈ വൃത്തികെട്ട കളികൾ കളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. വിജയ് ചിലപ്പോൾ നിങ്ങളെ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്ഷണിച്ച് ഡൽഹിയിൽ കൊണ്ട് ഇരുത്തുമായിരിക്കും. പക്ഷേ വിജയ് പണിയെടുപ്പിക്കും. അവിടെ ചുമ്മാ ഇരുന്നാൽ പോരാ. അയാൾ കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെടും, കൃത്യമായി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടും. തമിഴ്നാട്ടിന് വേണ്ടി ഡൽഹിയിൽ ഇരുന്ന് എന്ത് ചെയ്തു എന്ന് എന്നും വിളിച്ച് ചോദിക്കും. തിരുതത്തോമയ്ക്ക് തമിഴ്നാടിൻ്റെ പ്രത്യേക പ്രതിനിധിസ്ഥാനം അത്ര എളുപ്പമാകില്ല. എന്തായാലും തമിഴ്നാട്ടിലേക്ക് പോവുകയല്ലേ, പിണറായി വിജയൻ്റെയും ഒക്കെ തന്നെ അനുഗ്രഹാശിസുകൾ വാങ്ങിയിട്ടുണ്ട്. അതുതന്നെ വലിയ ഒരു വിലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോവുക, തമിഴ്നാട്ടിനെ സേവിക്കുക, തമിഴ്നാട്ടിന് വേണ്ടി ഡൽഹിയിൽ എല്ലാവിധ ഏർപ്പാടുകളും ചെയ്യുക. പറ്റുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും അമിത്ഷായുമായിട്ടൊക്കെ സംസാരിച്ച് തമിഴ്നാട്ടിന് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിക്കൊടുക്കാനും ഒക്കെ തന്നെ ശ്രമിക്കുക. ഇനി ചെന്നൈയിലാണ് അങ്ങയുടെ ലാവണമെങ്കിൽ ചെന്നൈയിലെ ഒരു മിനി രാജാവായിട്ട് ചുമ്മാ ഇരുന്ന് ഇഷ്ടം പോലെ ശമ്പളം ഒക്കെ വാങ്ങുക, ഓണററിയും വാങ്ങുക, അതൊക്കെ ചെയ്യാം. ഇങ്ങനെ സ്ഥാനമോഹികൾ ഉണ്ട്. ഇവരെയൊക്കെ ചാണകത്തിൽ മുക്കി ചൂലുകൊണ്ട് ആട്ടിച്ച് ഓടിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള നികൃഷ്ട ജന്തുക്കൾ നമ്മൾ ഇതിന് മുൻപ് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മനുഷ്യൻ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്നറിഞ്ഞ്, അതുപോലെ കഴിഞ്ഞ ദിവസം BJP-യുടെ ചില ആളുകൾ പറയുന്നത് കേട്ട് ഇദ്ദേഹം BJP നേതൃത്വവുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതുപോലെ ഒരു സ്ഥാനമോഹി, അധികാര കൊതിമൂത്ത ഒരു പൊതുപ്രവർത്തകനെ ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല.